സീമന്തരേഖയിൽ സിന്ദൂരം മംഗല്യത്താലിതൻ സൗഭാഗ്യം സ്വയംവരം 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 സ്വയംവരം. സ്വയംവരത്തിൻ്റെ മറ്റൊരു ബ്യൂട്ടിഫുൾ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. സോ നമ്മൾ ഒരുപാട് കല്യാണങ്ങൾ സ്വയംവരത്തിലൂടെ കണ്ടിട്ടുണ്ട്, പക്ഷേ ഇന്ന് ആദ്യമായിട്ടാണ് നമ്മളൊരു ഫുട്ബോളറിനെ മീറ്റ് ചെയ്യാൻ പോകുന്നത്. യെസ്, സുഗുൺ എന്ന് പറയുന്നത് കാസർഗോഡുകാരനാണ്, പക്ഷേ കേരളത്തിൻ്റെ ഒരുപാട് സ്ഥലങ്ങളിൽ പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ ട്രിവാൻഡ്രം KSABയിൽ ഒരു ഉദ്യോഗസ്ഥനാണ്. അതോടൊപ്പം തന്നെ പുള്ളിക്കാരൻ്റെ പാഷനായ ഫുട്ബോളും കളിക്കുന്നുണ്ട്. രേഷ്മയെ കുറിച്ച് പറയുമ്പോൾ രേഷ്മ ട്രിവാൻഡ്രം സ്വദേശിയാണ്. ടെക്നോ പാർക്കിലാണ് വർക്ക് ചെയ്യുന്നത്. ടാറ്റ എലക്സി എന്ന് പറഞ്ഞൊരു കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഒരാൾ കാസർഗോഡ് നിന്ന്, ഒരാൾ ട്രിവാൻഡ്രം. നാച്ചുറലി ഇവരെങ്ങനെ മീറ്റ് ചെയ്തു എന്ന് അറിയാനുള്ള ഒരു എക്സൈറ്റ്മെൻറ്റ് നമുക്കില്ലേ? ഇവരുടെ ഒരു ബ്യൂട്ടിഫുൾ ലവ് സ്റ്റോറിയാണ്. ഇതെന്താണെന്ന് നമുക്ക് കാണണ്ടേ? സോ ലെറ്റ്സ് മീറ്റ് സുഗുൺ ആൻഡ് രേഷ്മ. സ്വയംവരം കപ്പിളിനെ മീറ്റ് ചെയ്യാനായിട്ട് നമ്മൾ എത്തിയേക്കുന്നത് ട്രിവാൻഡ്രത്തിൽ ഏണിക്കര എന്ന് പറഞ്ഞ സ്ഥലത്താണ്. സോ ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് അവർ വണ്ടർഫുൾ കപ്പിൾ സുഗുൺ ആൻഡ് രേഷ്മ. ഹലോ, രണ്ടുപേർക്കും വെൽക്കം ടു അവർ ഷോ. സോ ഞാൻ മനസ്സിലാക്കിയത് സുഗുൺ കാസർഗോഡും രേഷ്മ ട്രിവാൻഡ്രോ, ശരിക്കും അങ്ങ് നോർത്ത് സൗത്ത് ആണ്. അപ്പൊ എനിക്ക് നിങ്ങളെ കുറിച്ച് ചോദിക്കണമെന്നുണ്ട്, പക്ഷെ നിങ്ങൾ ഇത്രയും പ്രത്യേക സ്ഥലങ്ങളായതുകൊണ്ട് സുഗുണിനെ കുറിച്ച് പറയുമ്പോൾ, സുഗുൺ നിങ്ങളുടെ ഒരു കാസർഗോഡ് സ്ലാങ് ഉണ്ടല്ലോ, പ്രത്യേക സ്ലാങ്, അതിന് വേണം ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട്. ഓക്കെ, സുഗുണിനെ കുറിച്ച് പറയൂ. ഓക്കെ, എൻ്റെ പേര് സുഗുൺ കുമാർ എന്നാണ്. സ്വദേശം കാസർഗോഡ് തൃക്കരിപ്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഓക്കെ, അവിടെ ഞാൻ പഠിച്ച സ്ഥലം എന്ന് പറഞ്ഞാൽ കാസർഗോഡ് പഠിച്ചിട്ടുണ്ട്. കാസർഗോഡ് സ്ലാങ് യൂസ് ചെയ്യാലോ അല്ലേ? അപ്പോൾ കാസർഗോഡ് പഠിച്ചിനി. അത് കഴിഞ്ഞ് പിന്നെ നേരെ മലപ്പുറം സ്പോർട്സ് സ്കൂളിലേക്ക് പോയി, MSPയിലേക്ക് പോയി. ഫുട്ബോൾ പ്ലെയറാണ് ഞാൻ ബേസിക്കലി. അങ്ങനെ മലപ്പുറത്ത് പോയിട്ടാകുമ്പം മലപ്പുറത്ത് +2 വരെ മലപ്പുറത്തായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ അവിടെ നിന്ന് നേരെ കൊല്ലം സായിലേക്ക് വന്നു. കൊല്ലം സായിന്ന് ട്രിവാൻഡ്രക്ക് അവിടത്തേക്ക് എത്തി. ഇവിടെ ഒരു ഫുട്ബോൾ ടീമിലായിരുന്നു, ടൈറ്റാനത്തിലായിരുന്നു ആദ്യം. ടൈറ്റാനത്തിൽ കോൺട്രാക്ട് ബേസിലായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ KSABയിലേക്ക് ഒരു ഒഴിവ് വന്നു. അങ്ങനെ KSAB കയറി. ഇപ്പോൾ KSABയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പം ഫുട്ബോൾ ടീമിൽ കളിച്ചുകൊണ്ടിരിക്കുന്നു. പാഷനും നടക്കുന്നുണ്ട്, അതോടൊപ്പം ജോബ് നടക്കുന്നുണ്ട്. യെസ്. അപ്പം രേഷ്മ ട്രിവാൻഡ്രംകാരത്തി കേട്ടിട്ടുണ്ട്, എന്നാലും പക്ഷെ അധികം സംസാരിച്ചില്ല. അത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഓരോ സ്ഥലത്തായതുകൊണ്ട് എല്ലാം മിക്സായി. പഠിച്ചതൊക്കെ ഓരോ സ്ഥലത്തായതുകൊണ്ട് ഫുള്ള് മിക്സ് ആയി പോയി. അതുകൊണ്ട് ഇങ്ങനെ ഇടക്കിടക്ക് കയറി വരും. എന്നാലും ഒരു നീന്ന് മാത്രമാണ്. നിങ്ങള് ട്രിവാൻഡ്രം സ്ലാങ്ങില്, അപ്പൊ ആ രീതിയിൽ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യോ? എന്തിനു പറയാൻ, ഞാൻ ഇതുവരെ അങ്ങനെ പറഞ്ഞിട്ടില്ല. ട്രിവാൻഡ്രം സ്ലാങ് ഞാൻ പഠിച്ചു കഴിഞ്ഞു. എന്തിനു പറയാൻ. രേഷ്മയെ കുറിച്ച് പറയും. ഓക്കെ, എൻ്റെ പേര് രേഷ്മ. ഞാൻ പഠിച്ചതും വളർന്നതും എല്ലാം തിരുവനന്തപുരം തന്നെയാണ്. പിന്നെ ഞാൻ പരിചയപ്പെട്ടത് സെൻറ്റ് സേവിയേഴ്സ് കോളേജിൽ വെച്ചാണ്. പുള്ളിക്കാരൻ സായിലായിരുന്നു. അവിടെ നിന്ന് സെൻസ് വരാനുള്ളത് വഴി തങ്ങില്ല എന്ന് പറയില്ലേ, അതേമാതിരി വന്നു കിട്ടിയതാണ്. പിന്നെ സന്തോഷം തന്നെയാണ്. എന്നാലും എന്നെ കുറിച്ച് കൂടെ പറയാറുണ്ട്, കണ്ടകശനി കൊണ്ടേ പോകുമെന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാനും എന്തെങ്കിലും പറയണമല്ലോ, അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ.
പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഞാൻ പിന്നെ TKM കൊല്ലത്തിലാണ് പഠിച്ചത് MBA. ഇപ്പൊ ഞാൻ ടാറ്റ എലക്സയിൽ വർക്ക് ചെയ്യുന്നു. വീട്ടിലാരൊക്കെയുണ്ട്? എൻ്റെ വീട്ടിൽ അച്ഛൻ, അമ്മ, ഞാൻ. എൻ്റെ വീട്ടില് അച്ഛനും അമ്മയും അനിയത്തി മാരീഡ് ആണ്. കോട്ടയത്ത് സെറ്റിൽ. ശരിക്കും മൊത്തത്തിൽ എല്ലാ സ്ഥലവും ഉണ്ടല്ലോ കാസർഗോഡ്. ഞങ്ങൾ ആക്ച്വലി അച്ഛൻ അമ്പലത്തില് പൂജാരിയാണ്. അപ്പം അച്ഛൻ കുറെ കാലം കോട്ടയത്തായിരുന്നു. അപ്പൊ നമ്മള് കോട്ടയത്ത് കുറെ കാലം നിന്നിരുന്നു. അപ്പം കോട്ടയം സ്ലാങ്ങും കയറി വന്നു. പിന്നെ കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പൊ തിരുവനന്തപുരത്ത് വന്നിട്ട് ഇപ്പൊ ഒരു 3-4 കൊല്ലം ആയതേ ഉള്ളൂ. എനിക്ക് ഇവിടെ ഇങ്ങനെ ജോലി കിട്ടി. അതിനുശേഷമാണ് അച്ഛനും അമ്മയ്ക്ക് ഇങ്ങോട്ട് വരുന്നത്. ഇനി പ്രൊഫഷണൽ ലെവലിലേക്ക് അടുത്ത ലെവലിലേക്ക് പോകണമെന്നുണ്ടോ? ട്രൈ ചെയ്യുന്നുണ്ടോ? സുഗുണിന്റെ പേരും ആക്ച്വലി കുറച്ച് വ്യത്യാസമുണ്ട് അല്ലേ? സുഗുൺ അങ്ങനെ ബംഗാളി നെയിമാണ് ശരിക്കും പറഞ്ഞാൽ. എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ മാമൻ മിലിറ്ററിയിലാണ്. അപ്പം മാമനൊരു വെറൈറ്റി പേരിടണമെന്ന് ഉണ്ടായിരുന്നു. അങ്ങനെയാണ് മാമൻ സജസ്റ്റ് ചെയ്ത് സുഗുൺ കുമാർ എന്നൊക്കെ ആക്കിയത്. പക്ഷെ അതിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. സുഗുൺ എന്ന് പറയുമ്പോ അവര് പറയും ബാക്കി പോരട്ടെ എന്ന് പറയും. ഞാൻ പേര് പറയുമ്പോ എല്ലാരും പറയും നീ പരിഷ്കരിച്ച് സുഗുൺ എന്നാക്കിയതല്ലേ. അങ്ങനെ കുറച്ച് ഇതുണ്ട്. നിങ്ങൾ എവിടെയാ മീറ്റ് ചെയ്തെന്നുള്ള ഒരു ഹിന്റ് ഓൾറെഡി പറഞ്ഞു. ആ ഒരു സ്റ്റോറി ഞങ്ങൾക്ക് കേൾക്കണം. സോ അത് പറയും, എങ്ങനെയാണ് നിങ്ങൾ ആക്ച്വലി അത് സെന്റ് സേവിയേഴ്സ് കോളേജ് തുമ്പ. ഞാൻ ഡിഗ്രിക്ക് ജോയിൻ ചെയ്തത് കൊല്ലം സായിലുണ്ടായിരുന്നു, സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ ട്രെയിനിങ് സെന്ററിൽ. അപ്പം ഞാൻ അവിടുന്ന് ടൈറ്റാനത്തിന്റെ ട്രയൽസ് വന്നു. ആ സമയത്ത് എന്നെ വിളിച്ചു, ട്രയൽസിന് വേണ്ടി വിളിച്ചപ്പം ഞാനിങ്ങനെ വന്നു. ആ സമയത്ത് ഞാൻ കൊല്ലത്ത് ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ട്രയൽസിന് വന്നു. അപ്പം ഞാൻ ഏകദേശം ഡിഗ്രി ലെവൽ ആ ഒരു ഏകദേശം നിന്നു എന്നുള്ള വക്കിലെത്തി. അപ്പം എന്നിട്ട് പിന്നെ ഡിഗ്രി ലെവല് അപ്പം കണ്ടിന്യൂ ചെയ്യണമെന്നുള്ളത് തോന്നി ട്രിവാൻഡ്രത്ത് വന്നു. ടീമിൽ ജോയിൻ ചെയ്തു. ടൈറ്റാനത്തിൽ ജോയിൻ ചെയ്തപ്പം സെന്റ് സേവിയേഴ്സ് കോളേജുമായിട്ട് ഒരു മാച്ച് ഉണ്ടായി, ഫ്രണ്ട്ലി മാച്ച് ഉണ്ടായി. അന്ന് എനിക്ക് 2 ഗോളൊക്കെ സ്കോർ ചെയ്യാൻ പറ്റി. അപ്പം അവിടുത്തെ PT സാറ് ജോർജ് സാറുണ്ട്. ജോർജ് സാർ എൻ്റെ അടുത്ത് പറഞ്ഞു, സുഗുൺ എന്താണെന്നുള്ളത് നമ്മുടെ കോച്ചുണ്ട് രാജീവ് സാർ, ട്രിവാൻഡ്രത്തുള്ള തന്നെ ഒരു ഇന്ത്യൻ ഗോൾ കീപ്പർ ആയിരുന്നു. സാർ എൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പം സാറിനായിട്ട് ജോർജ് സാർ ഇങ്ങനെ സംസാരിച്ചപ്പം സുഗുൺ എന്ത് ചെയ്യുന്നു എന്താണ് എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ചപ്പോൾ ഇങ്ങനെ ചെയ്യുന്നു, ഡിഗ്രി കൊല്ലം SM കോളേജിലാണ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ എന്ത് ചെയ്യണം? അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പോൾ സാർ എന്നോട് ഇങ്ങനെ ചോദിച്ചു സെന്റ് സേവിയേഴ്സ് കോളേജിലേക്ക് വരാൻ താല്പര്യമുണ്ട് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു നോ പ്രോബ്ലം. അപ്പോൾ അങ്ങനെ സാറിനെ മുൻകൈ എടുത്ത് ബാക്കി എല്ലാ അറേഞ്ച്മെന്റ്സ് എല്ലാം ചെയ്തു തന്നു. അങ്ങനെ ഞാൻ സെന്റ് സേവിയേഴ്സ് കോളേജിലേക്ക് എത്തി. സെന്റ് സേവിയേഴ്സ് കോളേജിലേക്ക് എത്തുന്ന സമയത്ത് അതിലും വേറൊരു ഇതുണ്ട്. ഞാൻ താമസിച്ചത് പാളയത്താണ്. പാളയത്തൊരു SCA ലോഡ്ജ് എന്ന് പറഞ്ഞിട്ട് ലോഡ്ജ്, നമ്മുടെ ട്രിവാൻഡ്രം ലോഡ്ജ് പോലത്തെ ഒരു ലോഡ്ജ്. അപ്പം ആ ലോഡ്ജിൽ എൻ്റെ കൂടെ ഉള്ളത് ഒരു റോഷ് ജെ ആന്റണി എന്ന ഒരു കൂട്ടുകാരൻ, എൻ്റെ കൂടെ സ്വന്തം ഒരേ റൂമിൽ താമസിക്കുന്നത്. എന്തൊക്കെയോ ഈ ഫ്രണ്ടിനെ കുറിച്ച് പറയാനുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നു. എന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. അങ്ങനെ എന്തോ ഒരു നിയോഗം പോലെ അവൻ വരുന്നു. അവൻ ഇങ്ങനെ പറയുന്നു, ആടാ നീ സെന്റ് സേവിയേഴ്സിലാണോ? ഓക്കെ, അപ്പം എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് രേഷ്മ, ഒന്ന് പരിചയപ്പെടാൻ കേട്ടോ. അങ്ങനെ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. അത് അവസാനം ഇവിടെ വരെ എത്തി. അത് കണ്ട് നിങ്ങൾ മീറ്റ് ചെയ്തല്ലോ. മീറ്റ് ചെയ്തതും വളരെ വളഞ്ഞ വഴിയില്ല. അതിനെ കുറിച്ച് പറയൂ. ആക്ച്വലി പുള്ളിക്കാരൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തും എല്ലാവരുടെ അടുത്തും ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, ഈ രേഷ്മ ആരാന്ന് ചോദിച്ചുകൊണ്ടായിരുന്നു. ഞാൻ കൂടെ ഉണ്ട് എൻ്റെ ഇപ്പുറത്ത് നിൽക്കുന്ന ആൾക്കാരുടെ അടുത്തും ചോദിക്കും രേഷ്മ ആരാ, എന്നാൽ എൻ്റെ അടുത്ത് ചോദിക്കത്തില്ല രേഷ്മ ആരാന്ന്. അങ്ങനെ ഒരു പ്രാവശ്യം ഇങ്ങനെ തിരക്കി നടന്നപ്പോൾ ഞാൻ ഇങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞു, രേഷ്മയല്ലേ തിരക്കുന്നത്, അത് ഞാനാണ്, റോഷിൻ്റെ ഫ്രണ്ട് ഞാനാണ്. അപ്പോഴാ പിന്നെ പുള്ളിക്കാരൻ പരിചയമായതും പിന്നെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു രീതിയിൽ നമ്മളും ആ ഒരു ഫ്രണ്ട്, അതെ ഞാനും റോഷും എന്ന് വെച്ചാൽ സ്കൂൾ തൊട്ടേ ഉള്ള ഫ്രണ്ട്സ് ആണ്, ബെസ്റ്റ് ബഡ്ഡി എന്നൊക്കെ പറയുന്ന മാതിരി. അപ്പോൾ പുള്ളിക്കാരനുമായിട്ട് നല്ല കൂട്ടായി. അപ്പം നമുക്കും ആ ഒരു സ്നേഹം തോന്നുമല്ലോ, ഓക്കെ അവൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. അപ്പം നമ്മളും അങ്ങനെ റിലയബിൾ ആയിട്ടുള്ള ഒരു ആളായി. അത് കഴിഞ്ഞിട്ട് വേറെ അതായത് റോഷ് പിന്നെ നമ്മളിങ്ങനെ ലവ് ആയി എന്നുള്ളത് പറയുന്ന സമയത്ത് അവൻ ചോദിക്കുന്നത്, എടാ നിന്റെ അടുത്ത് ഞാൻ പരിചയപ്പെടാനല്ലേ പറഞ്ഞുള്ളൂ,
എന്ന് പറഞ്ഞ എപ്പോഴും കളിയാക്കും. അത് അങ്ങനെ ലവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങള് ഇപ്പം പിറകെ നടന്നിട്ടോ അങ്ങനെയൊന്നുമില്ല, ഒരു മരം ചുറ്റി അങ്ങനെയൊന്നുമില്ല. പക്ഷെ പ്രേമിച്ച് കഴിഞ്ഞതിന് ശേഷം മരം ചുറ്റിയിട്ടുണ്ട്. അതിനു മുന്നേ പിറകെ നടക്കുവോ അങ്ങനെ ഒന്നുമില്ല. പക്ഷെ രണ്ടുപേർക്കും ഭയങ്കര അസൂയയും കുശുമ്പും ഒക്കെ ഉണ്ടായിരുന്നു. ആരടുത്തെങ്കിലും അതേ സംഭവം എങ്ങനെ പറഞ്ഞാല് നമ്മള് ജസ്റ്റ് പോയി മീറ്റ് ചെയ്തില്ലേ, മീറ്റ് ചെയ്തതിനു ശേഷം നമ്പർ കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാല് റോഷ് മുഖേന തന്നെ പോകുന്നുണ്ടല്ലോ. ഞാൻ വേറെന്തോ കാര്യത്തിന് നമ്പർ ജസ്റ്റ് ഫ്രണ്ട്സ് ആയി, നല്ല ഫ്രണ്ട്സ് ആയി, ഡീപ് ഫ്രണ്ട്സ്. അതായത് ഏത് സമയത്തും വിളിക്കാം, എന്തും സംസാരിക്കാം, ഏത് സിറ്റുവേഷനും ഫോർമാലിറ്റി ഒന്നുമില്ല, അത്രയും ഡീപ് ഫ്രണ്ട്സ് ആയി. അതിനുശേഷമാണ് നമ്മള് ലവ് എന്നുള്ള ഒരു രീതിയിലേക്ക് മാറുന്നത് കുറെ വർഷങ്ങൾക്ക് ശേഷമാണ്. ഏകദേശം 8 കൊല്ലത്തോളം നമ്മളെ ഇതുണ്ടായിരുന്നു, പ്രേമം ഉണ്ടായിരുന്നു. അതെ, 8 വർഷം കഴിഞ്ഞാണ് ഇപ്പൊ കല്യാണമായത്. അതെ അതെ, നല്ലൊരു രസമായിരുന്നു അത്. ഇപ്പൊ തീർച്ചയായിട്ടും ഫ്രണ്ട്സിന്ന് ലവിലേക്ക് പോകുമ്പം ഒരു ഇമ്പോർട്ടന്റ് ഡിസിഷൻ ആണ് അല്ലെ. പെട്ടെന്ന് പറയാനും പറ്റില്ല, എന്നാലും പറയാണ്ടിരിക്കാനും പറ്റില്ല. ആ ഒരു ട്രബിൾ ഉണ്ടായിരുന്നോ? അതൊരു രസമായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഫോണിലൂടെ സംസാരിച്ചുകൊണ്ട സമയത്താണ് ഈ ഡിസിഷൻ എടുക്കുന്നത് തന്നെ. എല്ലാം വളരെ പെട്ടെന്നായിരുന്നു നമ്മുടെ കാര്യത്തിൽ. ഒരു ഏർലി മോർണിംഗ് നല്ല ഓർമ്മയുണ്ട്. ഒരു 4 മണി ടൈമിലാണ് ഈ സംസാരിച്ചത്. ഞാൻ കോട്ടയത്തേക്ക്, അച്ഛനും അമ്മയൊക്കെ അപ്പൊ ആ സമയത്ത് ഞാൻ പറഞ്ഞല്ലോ അച്ഛൻ പൂജാരി ആയതുകൊണ്ട് കോട്ടയത്ത് ഒരു അമ്പലത്തിലായിരുന്നു. അപ്പൊ അങ്ങനെ ഞാൻ ട്രെയിനിൽ പോയിക്കൊണ്ടിരിക്കുക, രാത്രി ഇവിടുന്ന് കയറി രാവിലെ കോട്ടയത്തേക്ക് എത്തുന്ന സമയം. ആ സമയത്ത് ഫോൺ വിളിച്ചോണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയതിന് ശേഷം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അത്രയും ആ ഒരു ബന്ധം അത്രയും സ്ട്രോങ് ആയി. അപ്പം അങ്ങനെ ചോദിച്ച് സംസാരിച്ച് നിൽക്കുന്ന സമയത്ത് ഇഷ്ടമാണോ എന്നുള്ളൊരു ചോദ്യത്തിലേക്ക് എത്തുന്ന രീതി എത്തി. അപ്പം ഒരാൾ ചോദിച്ചു, പിന്നെ ഇഷ്ടം എന്റെ അടുത്ത് ചോദിച്ചു, നിനക്കെന്നെ ഇഷ്ടമാണെന്ന് എനിക്കറിയാന്ന് എന്റെ അടുത്ത് പറഞ്ഞു. അപ്പൊ ഞാൻ വെറുതെ ഇരിക്കും, ഞാനും ആ സ്പോട്ടിൽ തന്നെ പറഞ്ഞു എനിക്കും എന്നെ ഇഷ്ടമാണെന്ന് എനിക്കറിയാം. ഇത്രേ പറഞ്ഞുള്ളൂ, അല്ലാതെ ഇഷ്ടമാണോ അങ്ങനെ ഒരു ചോദ്യമോ ഒന്നുമില്ല. രണ്ടുപേരും സംസാരിച്ചപ്പോ അത് മനസ്സിലായി നിങ്ങൾക്ക് പരസ്പരം. ശരിക്കും അത് ഭയങ്കര ഒരു ഗ്യാപ്പ് എന്നൊന്നും പറയാൻ പറ്റില്ല. ആ ഒരു ഫ്രണ്ട് തന്നെയാണ്. പിന്നും നമുക്ക് എപ്പോഴും ആ ഒരു ഫ്രണ്ട് എന്ന രീതിയിലും ഉണ്ട്. എന്തിനും മറ്റു നമുക്ക് ചില കാര്യങ്ങൾ ഫ്രണ്ട്സിന്റെ അടുത്തേ പറയാൻ പറ്റൂ, ലവറിന്റെ അടുത്ത് പറയാൻ പറ്റും. അങ്ങനെ ഒരു സിറ്റുവേഷൻ എനിക്ക് വന്നിട്ടില്ല. ലക്കി കപ്പിൾ ആട്ടോ നിങ്ങൾ. കാരണം എസ്പെഷ്യലി കോളേജ് പ്രണയങ്ങളൊക്കെ ഒരുപാട് പേര് അപ്പൊ തന്നെ അത് കോളേജ് തീരുമ്പോഴത്തേക്ക് അവസാനിക്കും. ഇപ്പൊ കല്യാണം വരെ കഴിഞ്ഞു. ഇപ്പൊ നിങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ? പക്ഷെ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞു. കൊറേ കല്യാണം കഴിഞ്ഞ് 2-3 ദിവസത്തിന് ശേഷം നമ്മൾ പറയാറുണ്ട് നമ്മുടെ കല്യാണം കഴിഞ്ഞു. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തൊട്ട് നോക്കിട്ട് പറയും നമ്മള് കല്യാണം കഴിഞ്ഞു. നമുക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. കല്യാണം കഴിഞ്ഞിട്ടും കുറേ ദിവസം അടുപ്പിച്ച് കുറച്ച് ഫംഗ്ഷൻസും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ആ ബഹളത്തിൽ അങ്ങ് പോയി. പിന്നും ഒറ്റയ്ക്കാവുമ്പോ നമ്മൾ ആ കല്യാണം കഴിഞ്ഞു എന്നുള്ളൊരു എഫക്റ്റ് വരണമെങ്കിൽ കുറച്ച് ലേറ്റ് ആണ്. കുറച്ചുകൂടെ ദിവസങ്ങൾ ഒരുപക്ഷെ അതിനു വേണ്ടി ഓക്കെ. ഒരുപക്ഷെ നിങ്ങളുടെ ഫ്രണ്ട്സിനെ വരെ വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അല്ലേ, നിങ്ങൾ ഇങ്ങനെ കല്യാണം കഴിഞ്ഞു എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ. ശരി, കല്യാണത്തിന്റെ വിശേഷങ്ങളാണ് എനിക്ക് അറിയേണ്ടത്. യൂഷ്വലി ആൾക്കാർ അടുത്തടുത്ത ജില്ലയിൽ തന്നെ കല്യാണം നടത്തുമ്പോൾ ഭയങ്കര ട്രബിളാണ് കോർഡിനേറ്റ് ചെയ്യാനും യാത്ര ചെയ്യാനും ഒക്കെ. നിങ്ങളുടെ യാത്രയും കോർഡിനേഷനും എങ്ങനെയാണെന്ന് അറിയാൻ ഒരുപാട് ആകാംക്ഷ. എവിടെ വെച്ചാണ് കല്യാണം നടന്നത്? കല്യാണം നടന്നത് ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചിട്ടാണ്. ഓക്കെ. അത് കഴിഞ്ഞ് റിസപ്ഷൻ ട്രിവാൻഡ്രത്ത് വെച്ചിട്ടായിരുന്നു. ഓക്കെ. കണിയാപുരം അവിടെ വെച്ചിട്ടായിരുന്നു. ഓക്കെ. അപ്പം ഞാനൊരു കാര്യം ചോദിക്കാൻ വിട്ടു. നിങ്ങൾ ഇപ്പൊ ഈ നിങ്ങളുടെ ഈ ഒരു പ്രണയം വീട്ടിൽ പറഞ്ഞപ്പോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ? 8 വർഷം നീണ്ടതിന് കാരണം അപ്പൊ അതിനെ കുറിച്ച് ചുരുക്കത്തിൽ പറയൂ. പുള്ളിക്കാരന്റെ അച്ഛൻ പൂജാരിയാണ്. അപ്പം അതിൻ്റെതായ, ഞാൻ വന്നിട്ട് ഒരു നായർ ഫാമിലിയാണ്, ബ്രാഹ്മിൻസ് ആണ്. അപ്പോൾ കാസർഗോഡ് സൈഡും കൂടി ആവുമ്പോൾ ഇച്ചിരിയും സ്ട്രിക്റ്റ് ആണ് അവര്. പക്ഷേ പെങ്ങളുമായിട്ട് ഞാൻ നല്ല കൂട്ടായിരുന്നു. അത് കഴിഞ്ഞ് കുറേ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. ഒന്നിക്കാൻ വേണ്ടി പൂജ ചെയ്യുവാണ്, അമ്പലത്തിൽ പോണം, അങ്ങനെ കുറെ അറിയാലോ നമ്മൾ ഈ സിനിമകളിൽ കാണുന്ന പോലെ. അവര് ഇപ്പോഴും ഒരുപാട് ട്രഡീഷൻസ് ഫോളോ ചെയ്യണം. പക്ഷെ ശരിക്കും എനിക്ക് സന്തോഷമുണ്ട്. കാരണം മോന്റെ സന്തോഷത്തിന് വേണ്ടിയാണ് അവർ ഇത്രയും ഒഴിഞ്ഞു നിന്നത്. അതുകൊണ്ട് എനിക്ക് നല്ല സന്തോഷമുണ്ട്. ഇവിടെ വന്നാലും എനിക്ക് ഇതുവരെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെന്താ, ഇനി അങ്ങോട്ട് അങ്ങനെ തന്നെ. രേഷ്മയുടെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായിരുന്നോ? എന്റെ വീട്ടിൽ ആദ്യം കുറച്ച് നാള് അമ്മ
കുറച്ച് പ്രശ്നം മീൻസ് പെട്ടെന്ന് കേൾക്കുമ്പോ ആരായാലും ഒന്ന് ഷോക്കായി പോകുമല്ലോ, അതിന്റെ ചെറിയ അവർക്ക് ബുദ്ധിമുട്ടായിരുന്നു. നാടിന്റെ പ്രശ്നമാണ് ഇത്രയും തിരുവനന്തപുരവും കാസർഗോഡും തമ്മിലുള്ള അന്നേരം അമ്മയൊന്നും ശരിക്കും കേരള എന്ന് പറഞ്ഞാലും യാത്ര ചെയ്ത് എത്തണമെങ്കിൽ നല്ല സമയം വേണ്ടി ഒരു തൊട്ടോ അപ്പുറത്ത് കാല് വെച്ചാൽ കർണാടകയായി. അതെ അതെ അതുകൊണ്ട് അത് എല്ലാരും നമ്മളുടെ നാട് കേൾക്കുമ്പോ പറയുന്ന മാപ്പ് എടുത്ത് നോക്കുമ്പോ ഈ തുമ്പും ആ തുമ്പും ഒരാൾ വേണമെങ്കിൽ തമിഴ്നാട് പറയാം, ഒരാൾ വേണമെങ്കിൽ കർണാടക പറയാം. അത് അത്രയും ഡിഫറൻസ് ഉണ്ട്. അപ്പം അതിന്റെ ഞാൻ ഒറ്റ മോളാണ്. അപ്പം അവരെന്തായാലും ആ ഒരു രീതിയിൽ ചിന്തിക്കും. അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുകൾ എങ്ങനെയാണ് കൺവിൻസ് ചെയ്തത് അവര്? എന്റെ വീട്ടിൽ കൺവിൻസ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. കാരണം പുള്ളിക്കാരൻ്റെ അമ്മയ്ക്കൊക്കെ അറിയാം, ഇഷ്ടമായിരുന്നു. എന്ന് വെച്ചാൽ സ്വഭാവം വെച്ചിട്ട് നല്ല ഇഷ്ടമായിരുന്നു. പിന്നെ എൻ്റെ സ്വഭാവം വെച്ചിട്ടായാലും ഞാൻ ഇഷ്ടപ്പെട്ടു, സ്നേഹിച്ചു എന്നൊക്കെ പറഞ്ഞു. എന്തായാലും അപ്പോൾ പെട്ടെന്ന് നമ്മളാരും വേറൊരു ജീവിതത്തിലോട്ട് പോയില്ല എന്നുള്ള ഒരു വിശ്വാസം കൂടെ ആയിരിക്കാം. നിങ്ങളുടെ ഒരു ഉറച്ച ഒരു ഡിസിഷന്റെ ഇതും കൂടിയാണ്. എന്തായാലും ഇത്രയും ഡീപ് ഫ്രണ്ട്സ് ഞാൻ ഇത്രയും കാലത്തിനിടയിൽ എനിക്ക് ഇത്രയും നല്ലൊരു ഗേൾ ഫ്രണ്ട്, ഇത്രയും കാലം നിൽക്കുന്ന ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നില്ല. അപ്പം അത്രയും വിശ്വസിക്കാൻ പറ്റുന്ന അത്രയും നല്ല കുട്ടിയെ എനിക്ക് ചെറുപ്പം തൊട്ടേ അറിയാം. ഡിഗ്രി കാലം തൊട്ടേ എനിക്ക് അറിയാവുന്ന കുട്ടി. അപ്പം എന്തായാലും ഞാനിപ്പം വീട്ടിൽ പറഞ്ഞു എനിക്ക് ഈ കുട്ടിയല്ലാതെ വേറെ വേണ്ട. വേറെ ഇഷ്ടംപോലെ ആലോചനയൊക്കെ വരുന്നുണ്ടായിരുന്നു. എനിക്ക് എന്തായാലും അതൊന്നും വേണ്ട, എനിക്ക് ഇത് തന്നെ മതി എന്നൊക്കെ പറഞ്ഞ് അവസാനം സമ്മതിപ്പിക്കേണ്ടി വന്നു. കുറെ കാലം എടുത്തു അതിന്. സിസ്റ്റർ ഉണ്ടായിരുന്നല്ലോ, സിസ്റ്റർ മാരേജും ലവ് മാരേജാണ്. അപ്പം അതിനൊരു ചെറിയൊരു ഡിലേ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ വന്നു, പ്രൊസീഡ് ചെയ്തു കാര്യങ്ങളൊക്കെ. പിന്നെ അതിനും കുറെ ഡിലേ ഉണ്ടായിരുന്നു, പക്ഷെ എന്തോ ദൈവഭാഗ്യം കൊണ്ട് എല്ലാം ഓക്കെ ആയി. നിങ്ങളുടെ കല്യാണം നടന്നതും ഗുരുവായൂർ വെച്ച്, അതൊരു സീക്രട്ട് ആയിട്ടുള്ള ഒരു സ്ഥലം. അത് ചൂസ് ചെയ്തതിനെ കുറിച്ച് പറയാം. അത് ചൂസ് ചെയ്ത് ഇവളാണ്. അതൊരു പ്രാർത്ഥന പോലെ. അത് നമ്മളെല്ലാരും പ്രേമിക്കുന്നവർ ആദ്യം വിളിക്കുന്ന ആരാ? കൃഷ്ണ രക്ഷിക്കണേ എന്നുള്ള ഒരു രീതിയിലല്ലേ. അപ്പൊ എന്തായാലും നമ്മള് ഇത്രയും നീണ്ടു പോകുമ്പോ നമ്മളെ മനസ്സിലായാലും കൃഷ്ണ നടത്തി തന്നാ ഞാൻ അവിടെ വന്ന് തന്നെ താലി കെട്ടിക്കോളാം, ആ ഒരു രീതിയിലായിരുന്നു. അപ്പം ആ ഒരു എന്തായാലും നമ്മൾ കൃഷ്ണനും വാക്ക് കൊടുത്തതാണ്. അപ്പം അത് കാരണം നമ്മൾ അങ്ങോട്ട് പോയി കല്യാണം നടത്തി. അതാകുമ്പോ അവിടെ നിന്നും ആൾക്കാർക്ക് വരാൻ എളുപ്പമായിരുന്നു. അപ്പം അങ്ങനെ നടത്തി. പിന്നെ റിസപ്ഷൻ എന്ന് വെച്ചാൽ കല്യാണത്തിന് ബേസിക്കലി ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർ, പിന്നെ ഫ്രണ്ട്സും. കാരണം അവരാണ് കുറെ കാലമായിട്ട് കാത്തിരിക്കുമായിരുന്നു. ഈ ഒരു നമുക്ക് കോമൺ ഫ്രണ്ട്സ് ഒരുപാടുണ്ട്. അപ്പം അതിനു വേണ്ടി കാത്തിരിക്കുന്ന, എൻജോയ് ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുന്ന കുറെ പേരുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് പേരും ഉണ്ടായിരുന്നു അവിടെ. സോ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ച് ഓക്കെ. സോ അവിടുത്തെ ഒരു ആംബിയൻസ് എന്ന് പറഞ്ഞാൽ ശരിക്കും എല്ലാവരും വെള്ളയൊക്കെ ഇട്ട് വേറെ ഒരു ഡിവൈൻ ഒരു ഇതല്ലേ. സോ ആ സമയത്ത് ഫൈനലി അവിടെ നിന്നപ്പം എന്തായിരുന്നു? ടെൻഷൻ ഉണ്ടായിരുന്നോ? എന്തായിരുന്നു മനസ്സിൽ? എന്റെ മനസ്സിൽ ശരിക്കും പറഞ്ഞാൽ തലേ ദിവസം വരെ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. അന്നത്തെ ദിവസം എല്ലാം സ്വപ്നം പോലെ അങ്ങ് കഴിഞ്ഞു. ശരിക്കും എന്റെ മനസ്സിൽ അന്നേരം ഒന്നുമില്ലായിരുന്നു. എല്ലാം കണ്ണടച്ച് തുറക്കും മുന്നേ എല്ലാം കഴിഞ്ഞു. സുഗുൺ ആൻഡ് രേഷ്മ ഇവരുടെ കല്യാണം നടന്നത് വളരെ പോപ്പുലർ ആയിട്ടുള്ള ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു. സോ ഇവരുടെ കല്യാണം നടക്കാനായിട്ട് 2 കാരണങ്ങളുണ്ട്. ഒന്ന്, കാസർഗോഡും ട്രിവാൻഡ്രും 2 ആൾക്കാർക്കും എത്തിച്ചേരാനുള്ള ഒരു കംഫർട്ട്. രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് രേഷ്മയുടെ ഒരു നേർച്ചയാണ്. പുള്ളിക്കാരത്തി പറഞ്ഞിരുന്നു ഈ ഒരു പ്രണയം സാഫല്യമായാൽ കൃഷ്ണൻ്റെ മുമ്പിൽ വെച്ച് താലി കെട്ടാമെന്ന്. സോ ആ ഒരു വാക്ക് ഫുൾഫിൽ ചെയ്യാനായിട്ടാണ് ഗുരുവായൂർ വെച്ച് കല്യാണം നടന്നത്. അവിടുത്തെ കാഴ്ചകൾ എന്താണെന്ന് നമുക്ക് കാണാം.
രേഷ്മ ആൻഡ് സുഗുൺ ഇവരുടെ വിവാഹ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല. ബാക്കിയുള്ള എല്ലാ കാഴ്ചകളുമായിട്ട് അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. Till we meet again, this is Rosen Jolly signing off. Bye. സീമന്തരേഖയിൽ സിന്ദൂരം മംഗല്യത്താലിതൻ സൗഭാഗ്യം സ്വയംവരം സ്വയംവരം